കോട്ടയം നഗരസഭയിലെ 211 കോടി രൂപയുടെ ക്രമക്കേട് മറയ്ക്കാൻ ഭരണസമിതി വ്യാജരേഖ നിർമ്മിച്ചെന്ന് LDF. നഗരസഭയിൽ വരവ് രേഖപ്പെടുത്തിയിട്ടുള്ള 211.89 കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടില്ലെന്നാണ് കണ്ടെത്തിയത്. വ്യാജരേഖ നിർമ്മിച്ച UDF ഭരണസമിതി രാജിവെക്കണമെന്ന് LDF ആവശ്യപ്പെട്ടു. നഗരസഭയിലെ 211 കോടി രൂപയുടെ ക്രമക്കേട് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ 2023 പ്രത്യേക ഉത്തരവ് പ്രകാരം 24 നടത്തിയ ജില്ലാതല പരിശോധനയിലാണ് കണ്ടെത്തിയത്. 211 കോടി കാണാതായപ്പോൾ 174.35 കോടി രൂപയുടെ വരവ് കാണിച്ച് വ്യാജ കണക്കുണ്ടാക്കി. എന്നാൽ കണക്കിലെ തുക ബാങ്കിൽ വന്നിട്ടില്ലെന്ന് LDF നേതാക്കൾ പറഞ്ഞു. ഇങ്ങനെ ഇത് രണ്ടുകൂടെ നോക്കിയാൽ ഏതാണ്ട് 200 കോടി രൂപ, ഈ 211 കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടുപിടിച്ചപ്പോൾ 200 കോടി രൂപ അക്കൗണ്ടിൽ വരവുണ്ട് എന്ന് കാണിക്കാൻ 2 ബാങ്ക് അക്കൗണ്ടിൽ കളവായി പണമുണ്ട് എന്നുള്ള കള്ളരേഖയുണ്ടാക്കി കോട്ടയത്തെ നഗരസഭ. ഇതിവിടുത്തെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അറിയാത്ത ഒരു കാര്യമാണോ? നഗരസഭ ഭരണാധികാരികളുടെ അനുവാദമില്ലാതെ നടക്കുന്ന കാര്യമാണോ? പണാപകരണത്തിന് പുറമെ വ്യാജരേഖ ചമച്ച UDF ഭരണസമിതി രാജിവെക്കണമെന്നും LDF. അതോടൊപ്പം ഒരു ഭരണ നിർവഹണമെന്ന് പറയുന്നത് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു 5-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 4-5 വർഷത്തിന് ഒരു 265 കോടി രൂപയോളം വികസന ഗ്രാൻഡ് ലഭിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഈ 4-4.5 വർഷത്തെ ഭരണം കൊണ്ട് അതിൻ്റെ 50% വിനിയോഗിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത് ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയാണ്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ പൊതുജനം അറിയുമെന്നും കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ LDF നേതാക്കൾ വ്യക്തമാക്കി. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.